നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുന്ന അടൂർ നിയമസഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയുടെ പേര് മാറ്റത്തെ ചൊല്ലി രാഷ്ട്രീയ പോര് മുറുകുകയാണ്. CPI സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ട പ്രജി ശശീന്ദ്രൻ പെട്ടെന്ന് പ്രജി കണ്ണനായി മാറിയതാണ് ഇപ്പോൾ വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുന്നത്. ഇത് അന്തരിച്ച കോൺഗ്രസ് നേതാവ് MG കണ്ണന്റെ ജനപ്രീതി മുതലെടുക്കാനുള്ള CPIയുടെ തന്ത്രമാണ് എന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. വിവാദത്തിന് പിന്നിൽ എന്താണ് എന്ന ചോദ്യം നോക്കുമ്പോൾ അന്തരിച്ച ജനപ്രിയ കോൺഗ്രസ് നേതാവ് MG കണ്ണന്റെ ഭാര്യയാണ് സ്ഥാനാർത്ഥി എന്ന വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ഈ നീക്കമെന്നാണ് പ്രധാന ആക്ഷേപം. കോൺഗ്രസ് നേതാവ് ശ്രീനാദേവി കുഞ്ഞമ്മ സോഷ്യൽ മീഡിയയിലൂടെ ഉന്നയിച്ച ചോദ്യങ്ങൾ ഇതിനോടകം ചർച്ചയായി കഴിഞ്ഞു. സ്ഥാനാർത്ഥി കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് ഐഡിയിൽ പേര് മാറ്റിയത് ചൂണ്ടിക്കാട്ടിയാണ് ശ്രീനാദേവിയുടെ വിമർശനം. 2020-25 കാലയളവിൽ കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നപ്പോഴും 3 മാസം മുൻപ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൊല്ലം കരിയിപ്ര പഞ്ചായത്തിലെ വാർഡിൽ മത്സരിച്ച് തോറ്റപ്പോഴും പ്രജിയുടെ പേരിനൊപ്പം ശശിധരൻ എന്നായിരുന്നു ഉണ്ടായിരുന്നത്. അടൂരിന്റെ ജനനേതാവായ MG കണ്ണന്റെ യഥാർത്ഥ ഭാര്യ സജിത കണ്ണൻ ആണെന്നും അദ്ദേഹത്തിന്റെ പേര് രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്യാനുള്ള CPIയുടെ തരംതാണ ശ്രമം വില പോവില്ല എന്നും ശ്രീനാദേവി ഫേസ്ബുക്കിൽ കുറിച്ചു. ശ്രീനാദേവി കുഞ്ഞമ്മ ഉയർത്തുന്ന പ്രധാന ചോദ്യങ്ങൾ: 2022-ൽ വിവാഹിതയായ പ്രജി 3 മാസം മുൻപ് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൊല്ലത്ത് മത്സരിച്ചപ്പോൾ പോലും പ്രജി ശശീന്ദ്രൻ എന്നായിരുന്നു പേര് നൽകിയിരുന്നത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ ഫേസ്ബുക്കിൽ പേര് മാറ്റിയത് എന്തിന്? അടൂരിന്റെ പ്രിയപ്പെട്ട കണ്ണന്റെ ഭാര്യ സജിത കണ്ണൻ ആണെന്നിരിക്കെ സമാനമായ പേര് സ്വീകരിച്ച വോട്ടർമാരെ കുഴപ്പിക്കാനാണോ ഇടതുപക്ഷത്തിന്റെ ശ്രമം? സ്വന്തം വാർഡിൽ 3 മാസം മുൻപ് പരാജയപ്പെട്ട ഒരാളെ കൊല്ലത്ത് നിന്നും അടൂരിലേക്ക് കൊണ്ടുവന്നത് ഭർത്താവിന്റെ പേര് കണ്ണൻ എന്നത് മാത്രമാണോ യോഗ്യത? കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നപ്പോൾ മണ്ഡലം ശ്രദ്ധിക്കാതെ UDFന് വലിയ ഭൂരിപക്ഷം സമ്മാനിച്ച വ്യക്തിയെ എന്തിന് അടൂരിൽ പരീക്ഷിക്കുന്നു എന്ന ചോദ്യവും ശ്രീനാദേവി ഉയർത്തുന്നുണ്ട്. യഥാർത്ഥ സജിത കണ്ണൻ ആരാണ്? MG കണ്ണന്റെ ഭാര്യ സജിത കണ്ണൻ ആണെന്നും അവരുടെ അച്ഛന്റെ പേര് TK ശശിധരൻ എന്നാണെന്നും ശ്രീനാദേവി ചൂണ്ടിക്കാട്ടുന്നു. പേരിലെ ഈ സമാനതകൾ വോട്ട് മോഷണത്തിനായി CPI ദുരുപയോഗം ചെയ്യുകയാണെന്നാണ് കോൺഗ്രസിന്റെ ഉറച്ച നിലപാട്. ശ്രീനാദേവി കുഞ്ഞമ്മയുടെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം നോക്കാം. ഉപ്പുപരലുകൾ പുറത്തു വീണ അട്ടകളെ പോലെ വല്ലാതെ അസ്വസ്ഥപ്പെടുന്ന CPI നേതാക്കളെയാണ് ഇന്നും ഇന്നലെയുമായി സോഷ്യൽ മീഡിയയിൽ കണ്ടത്. CPIയുടെ അടൂരിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ പേര് മാറ്റത്തെക്കുറിച്ച് പറഞ്ഞത് വീണ്ടും പറയുന്നു. 1. സ്ഥാനാർത്ഥിയുടെ പേരിലെ ശശിധരൻ മാറ്റി കണ്ണൻ എന്നാക്കിയത് MG കണ്ണന്റെ ഭാര്യയാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് വോട്ട് മോഷണത്തിനല്ലേ? 2. കണ്ണൻ എന്ന ഭർത്താവിന്റെ പേരുള്ള ഒരാളെ തന്നെ സ്ഥാനാർത്ഥിയായി കൊണ്ടുവരണം എന്നതല്ലേ കൊല്ലം ജില്ലയുടെ അങ്ങേയറ്റം വരെ സഞ്ചരിച്ച് ഒരു സ്ഥാനാർത്ഥിയെ പത്തനംതിട്ടയിലെ CPI നേതാക്കൾ കണ്ടെത്തിയത്? 3. നിങ്ങളുടെ സ്ഥാനാർത്ഥി കണ്ണൻ എന്ന പേരുള്ള ഭർത്താവിനെ വിവാഹം കഴിച്ചത് 2022 സെപ്റ്റംബറിൽ അല്ലേ? 2026 മാർച്ച് 8-ന് അടൂർ നിയോജക മണ്ഡലം സ്ഥാനാർത്ഥിയാണ് എന്ന പ്രഖ്യാപനം ഉണ്ടായ ശേഷം മാർച്ച് 9-ന് രാവിലെ അല്ലേ അവർ സ്വന്തം പേരിലെ ശശിധരൻ ഒഴിവാക്കി ഫേസ്ബുക്ക് പ്രൊഫൈലിൽ ഉൾപ്പെടെ കണ്ണനെ ചേർത്തത്? 4. പുരോഗമന പ്രസ്ഥാനം എന്ന് അഭിരമിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാന വിശ്വാസികൾക്ക് വിവാഹശേഷം ഭർത്താവിന്റെ പേര് സ്ത്രീകൾ സ്വന്തം പേരിനൊപ്പം ചേർക്കണമെന്ന യാഥാസ്ഥിതിക മനോഭാവം ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളുടെ താല്പര്യം. പക്ഷേ 2022 സെപ്റ്റംബർ 14 മുതൽ 2026 മാർച്ച് 9 വരെ എന്തുകൊണ്ട് കണ്ണനെ ഇവർ പേരിനൊപ്പം ചേർത്തില്ല? 5. അവർ വിവാഹശേഷം 3 വർഷവും 2 മാസവും കഴിഞ്ഞ് കൊല്ലം ജില്ലയിലെ കരിയിപ്ര പഞ്ചായത്തിലെ സ്വന്തം വാർഡിൽ 3 മാസങ്ങൾക്ക് മുൻപ് മത്സരിച്ച് തോറ്റപ്പോഴും എന്തുകൊണ്ട് വിവാഹിതയായ സ്ത്രീ ഭർത്താവിന്റെ പേരായ കണ്ണനെ ഒപ്പം ചേർക്കണം എന്ന് ചിന്തിച്ചില്ല? 3 മാസങ്ങൾക്ക് മുൻപ് ഇന്നലെ വരെയും ശശിധരൻ ആയിരുന്നില്ലേ ഉണ്ടായിരുന്നത്? 6. വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നതാണ് പൊതുശൈലി. പക്ഷേ 2020-ൽ ഇവർ ജയിച്ച കൊല്ലം ജില്ലാ പഞ്ചായത്ത് നെടുമ്പന സീറ്റിൽ ഇപ്പോൾ UDF സ്ഥാനാർത്ഥിയായ ശ്രീ ഫൈസൽ കുളപ്പാടം 15,000-ലധികം ഭൂരിപക്ഷത്തിൽ ജയിച്ചില്ലേ? അവർ ആ സീറ്റ് മണ്ഡലം ശ്രദ്ധിക്കാതെ UDF നൽകിയ ആളല്ലേ? 3 മാസം മുൻപ് സ്വന്തം പഞ്ചായത്തിലെ സ്വന്തം വാർഡിൽ നിന്നും കൊല്ലം കരിയിപ്രയിൽ വാർഡിൽ തോറ്റ സ്ഥാനാർത്ഥിയാണോ അടൂരിലെ CPIയുടെ സ്ഥാനാർത്ഥി ആകേണ്ടിയിരുന്നത്? അപ്പോൾ ഭർത്താവിന്റെ പേര് കണ്ണൻ എന്നാണ് എന്നുള്ളത് മാത്രമായിരുന്നോ ഈ സ്ഥാനാർത്ഥിയുടെ മെറിറ്റ്? വർഷങ്ങളോളം പ്രണയിച്ചിട്ടും 3.5 വർഷങ്ങൾക്ക് മുൻപ് വിവാഹിതരായിട്ടും അടൂരിൽ സ്ഥാനാർത്ഥിയായപ്പോൾ ആണോ കണ്ണൻ എന്നാണ് ഭർത്താവിന്റെ പേര് എന്ന് അവർക്ക് ഓർമ്മ വന്നത്? LDFന്റെ സ്ഥാനാർത്ഥിക്ക് സ്വന്തം ഭർത്താവിനോടുള്ള സ്നേഹമല്ല, മറിച്ച് ഭർത്താവിനെ അകാലത്തിൽ നഷ്ടപ്പെട്ട ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ സമാനതകളില്ലാത്ത വേദന നൽകി അയാളുടെ ഭാര്യയാണ് എന്ന് തോന്നൽ സൃഷ്ടിച്ച് വോട്ട് നേടാനല്ലേ കണ്ണൻ എന്ന പേര് നിയമസഭാ സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ എഴുതി ചേർത്തത്? CPIയുടെ കൊല്ലം ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ ഉള്ളവർ അടൂരിലെ സ്ഥാനാർത്ഥിയെ പരിചയപ്പെടുത്തിയത് ശശിധരൻ എന്ന് പറഞ്ഞല്ലേ? അവരാരും അടൂരിലെ കണ്ണനെ ദുരുപയോഗപ്പെടുത്തണം എന്ന് അറിഞ്ഞിരുന്നില്ലേ എന്നല്ലേ ചോദ്യം?
LDF സ്ഥാനാർത്ഥിയുടെ പേരിന്റെ കൂടെ ശശിധരൻ എന്നോ രാജേന്ദ്രൻ എന്നോ മുരളീധരൻ എന്നോ എന്തായാലും അത് ഇവിടെ ആർക്കും വിഷയമുള്ള കാര്യമല്ല. പക്ഷേ MG കണ്ണന്റെ പേരിൽ വോട്ട് മോഷണമാണ് ഉദ്ദേശമെങ്കിൽ അത് അടൂരിൽ നടക്കില്ല. MG കണ്ണൻ അടൂരിന്റെ കണ്ണനാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് സജിത കണ്ണൻ എന്നാണ്. MG കണ്ണന്റെ ഭാര്യ സജിത കണ്ണന്റെ അച്ഛന്റെ പേര് TK ശശിധരൻ എന്നാണ്. അതുകൊണ്ട് പേരിലെ ആ സാധ്യത കൂടി LDF സ്ഥാനാർത്ഥിയും ജില്ലയിലെ CPI നേതൃത്വവും ഉപയോഗിക്കുക എന്നാണ് അവർ കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം പ്രജി കണ്ണനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനത്തിനെതിരെ CPI അടൂർ മണ്ഡലം കമ്മിറ്റി അംഗം EK സുരേഷ് പരസ്യമായി രംഗത്തെത്തി. സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള സംസ്ഥാന കൗൺസിൽ അംഗത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെയാണ് സുരേഷ് തന്റെ എതിർപ്പ് രേഖപ്പെടുത്തിയത്.